നമസ്കാരം കൂട്ടുകാരെ, നമുക്ക് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് നേച്ചേഴ്സ് പ്ലെൻറ്റി എന്നാണ്. എന്താണ് നേച്ചേഴ്സ് പ്ലെൻറ്റി? പ്രകൃതിയുടെ സമൃദ്ധി എന്നാണ് മീനിങ്. നമുക്കറിയാം, പ്രകൃതി നമ്മുടെ അമ്മയാണ്. നേച്ചർ ഈസ് അവർ മദർ. ഇറ്റ് ഈസ് ടു ബി പ്രൊട്ടക്റ്റഡ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദ എർത്ത് വി ലീവ് ഇൻ ഡസ് നോട്ട് ബിലോങ് ടു ഹ്യൂമൻസ് എലോൺ. നമ്മൾ താമസിക്കുന്ന ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല. ദ സ്റ്റോറീസ് ആൻഡ് ദ പോയം ഇൻ ദിസ് യൂണിറ്റ് ഷെഡ് ലൈറ്റ് ഓൺ ദീസ് ഫാക്ട്സ്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന, അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം, നമ്മുടെ അമ്മയായ പ്രകൃതിയെ നാം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്ന ഒരു അധ്യായമാണ് ഒന്നാമത്തെ യൂണിറ്റായ നേച്ചേഴ്സ് പ്ലെൻറ്റി. എന്താണ് നേച്ചേഴ്സ് പ്ലെൻറ്റി? പ്രകൃതിയുടെ സമൃദ്ധി എന്നാണ് മീനിങ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പേജിൽ കാണുന്നത് നല്ല മനോഹരമായ ഒരു ദൃശ്യമാണ്. എന്തൊക്കെ കാണുന്നുണ്ട്? റിവർ കാണുന്നുണ്ട്, ട്രീസ് കാണുന്നുണ്ട്, പിന്നെയോ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ഡിയേഴ്സ്, പിന്നെയോ ബേർഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. എന്താണ് ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ? പ്രകൃതിയിലേക്ക് നമ്മൾ ആഴത്തിൽ, ലുക്ക് ഡീപ്പ്, ആഴത്തിൽ നോക്കുവാനാണ് പറയുന്നത്. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. ഒന്നുകൂടി നോക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തുകൊണ്ടായിരിക്കാം ഐൻസ്റ്റീൻ എന്നൊരു സയൻറ്റിസ്റ്റ് ഇത്തരം ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്? നമുക്കറിയാം, ന്യൂട്ടൺ, നിങ്ങൾക്കറിയാം, സർ ഐസക് ന്യൂട്ടൺ, അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വന്ന് വീണപ്പോഴാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചതെന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കാം? തൻ്റെ തലയിലോട്ട് ആപ്പിൾ വന്ന് വീണപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോകാതെ താഴോട്ട് തന്നെ വീഴുന്നു? അതായത് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതുതന്നെയായിരിക്കാം ഐൻസ്റ്റീനും പറഞ്ഞത്. മനുഷ്യന് അജ്ഞമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നേച്ചറിലുണ്ട്. നമ്മൾ ആ സത്യങ്ങളിലേക്ക് തിരിഞ്ഞു ഉള്ള ഒരു അന്വേഷണത്തിലാണ് നമുക്ക് കൂടുതൽ അറിവുകൾ നമുക്ക് നേടുവാൻ സാധിക്കുന്നത്. സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇതൊരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം അത് വായിക്കാം. നേച്ചേഴ്സ് ഡോട്ടർ, ജാർഖണ്ഡ്. പ്രകൃതിയുടെ മകൾ, ജാർഖണ്ഡിൽ നടന്ന ഇൻസിഡൻ്റ് ആണ്. നമുക്ക് നോക്കാം. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വോക്ക് അവേ ഫ്രം നേച്ചർ. അപ്പോൾ ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ഫുൾ ഇൻ ലൈഫ് ഇൻ ഫുൾ. അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നാൽ ജീവിതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കുക എന്നാണ്. ലിവിങ് ലൈഫ് ഇൻ ഫുൾ, ജീവിതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം. എങ്ങനെ? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വോക്ക് അവേ ഫ്രം നേച്ചർ. സൂര്യമണിയുടെ കഥ തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്നും മാറി നടക്കുന്നവർക്ക്, പ്രകൃതിയിൽ നിന്നും മനഃപൂർവ്വം മാറി നടക്കുന്നവർക്ക്, ദോസ് ഹൂ വാക്ക് ഡെലിബറേറ്റ്ലി എവേ ഫ്രം നേച്ചർ, ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം പ്രകൃതിയിൽ നിന്നും മാറി നടക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും, ഐ ഓപ്പണർ ആയിരിക്കും സൂര്യമണിയുടെ കഥ. അപ്പം നമുക്ക് ആരാണ് സൂര്യമണി എന്ന് നോക്കാം. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹൂ ലവ്സ് എ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെർ ഓൺ. സൂര്യമണി ഏതാണ്? ഒരു ദളിത് നേച്ചർ ആക്ടിവിസ്റ്റാണ് സൂര്യമണി. സൂര്യമണി പ്രകൃതിയെ, കാടിനെ തൻ്റെ സ്വന്തമായിട്ട്, ഹെർ ഓൺ, തൻ്റെ സ്വന്തമായിട്ട് കാടിനെ ഇഷ്ടപ്പെടുമായിരുന്നു. ലവ്, സ്നേഹിക്കുമായിരുന്നു. ഷീ ലവ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അപ്പോൾ ഫോറസ്റ്റിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി, കാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ഷീ കുഡ് ഡു സംതിങ്, തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സൂര്യമണിക്ക് അറിയാമായിരുന്നു. ഷീ ന്യൂ ദാറ്റ്, സൂര്യമണിക്ക് അറിയാമായിരുന്നു. ഇൻ കോളേജ് ഷീ ബിക്കം എ പാർട്ട് ഓഫ് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. കോളേജിലായിരുന്നപ്പോൾ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ, കാടിനെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവൾ ഒരു ഭാഗമായിരുന്നു. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. നേച്ചർ വാക്സിൻ്റെ ഭാഗമായിട്ടുണ്ട് അവൾ. ഇതിൽ നിന്നും അവളുടെ ഒരു മോട്ടോ, അല്ലെങ്കിൽ അവൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ
അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ അതിജീവനം, അവർ സർവൈവൽ നമ്മുടെ നിലനിൽപ്പ്, സർവൈവൽ എന്താണ്? നിലനിൽപ്പ്, നമ്മുടെ നിലനിൽപ്പ്. ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്, കാടിൻ്റെ നിലനിൽപ്പുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിലനിൽപ്പ്, മനുഷ്യൻ്റെ നിലനിൽപ്പ് കാടിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്താണ്? കാടിൻ്റെ നിലനിൽപ്പാണ്. കാടിൻ്റെ നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യവംശത്തിന് ഭൂമിയിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ട്രീസിൽ നിന്നാണ്. ഫോട്ടോസിന്തസിസ് വഴി പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, മരങ്ങൾ വെച്ച് പിടിക്കുക വഴി അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കുക വഴി നമുക്ക് നമ്മുടെ ലൈഫാണ് നിലനിർത്താൻ പറ്റുന്നത്. അങ്ങനെയാണ് മനുഷ്യവംശം ഇവിടെ എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. വാട്ട് ഈസ് എ ന്യൂസ് ഐറ്റം എബൌട്ട്? ഈ ന്യൂസ് ഐറ്റം എന്തിനെ പറ്റിയാണ്? എബൌട്ട് എ ട്രൈബൽ വുമൺ നെയ്മഡ് സൂര്യമണി. സൂര്യമണി എന്ന പേരുള്ള ഒരു ട്രൈബൽ, ഒരു ദളിത് നേച്ചർ ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? സൂര്യമണി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി? ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാം. ഹാവ് യു പ്ലാന്റഡ് എനി സീഡ്ലിങ്സ്? നിങ്ങൾ എന്തെങ്കിലും തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ. നമുക്ക് എൻവയോൺമെൻറ്റൽ ഡേയുടെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സീഡ്ലിങ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളർത്തി. ഇപ്പോൾ അതൊരു ട്രീ ഒക്കെ ആയി കാണും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളതിനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട്, ഹാവ് യു ഒബ്സർവ് ദ റൂൾ പ്ലാന്റ് എ ട്രീ ബിഫോർ യു ഫെൽ ഡൗൺ എ ട്രീ? ഈ റൂൾ നിങ്ങൾക്ക് അറിയാവോ? പ്ലാന്റ് എ ട്രീ ബിഫോർ യു ഫെൽ ഡൗൺ എ ട്രീ. അതായത് ഒരു മരം മുറിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു മരം നടണം എന്നുള്ള റൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മരം വെട്ടുമ്പോൾ അതിന് പകരമായി ഒരു മരം നടണം, അല്ലെങ്കിൽ ഒരു മരം നട്ടതിന് ശേഷം മാത്രം ഒരു മരം മുറിക്കുക എന്ന് ഈ റൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും പ്രാധാന്യമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ റോഡരികിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന തണൽ മരങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹാവ് യു എവർ പ്രൊട്ടക്റ്റഡ് എനി ആനിമൽ? നിങ്ങൾ ഏതെങ്കിലും മൃഗത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കാണുമല്ലേ, ചൈൽഡ്ഹുഡിലൊക്കെ നമ്മൾ സ്കൂളിൽ, ഇപ്പം നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സ്മോൾ പപ്പി, കുഞ്ഞു പട്ടിക്കുട്ടിയൊക്കെ റോഡരികിൽ ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റി കിടക്കുമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കാണത്തില്ലേ? ഓക്കെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ്, ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. വലിയ രീതിയിൽ മൃഗങ്ങളെ സംരക്ഷിക്കുക അങ്ങനെയല്ല ചോദിച്ചത്. കുഞ്ഞു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. അടുത്തതായിട്ട് ചോദിക്കുകയാണ്, ഹാവ് യു എവർ തോട്ട് ടോയ്സ് ബിഫോർ യു കട്ട് ഡൗൺ ദ ട്രീസ്? നമ്മളുടെ വീട്ടിലൊക്കെ മരം മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മരം വെട്ടണോ? നമുക്ക് അത്രയും തണൽ തരുന്നതല്ലേ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടോ? ട്രീസിന് എന്തും വേണ്ടി നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, ഹാവ് യു ട്രൈഡ് യുവർ ബെസ്റ്റ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് വാട്ടർ? ജലം മലിനമാക്കുന്നത് തടയാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? വീട്ടിലൊക്കെ ടാങ്ക് ഓണായിട്ട് വെള്ളമൊക്കെ ശരിക്ക് പോകുമ്പോൾ പെട്ടെന്ന് മോട്ടർ ഓഫാക്കാനൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടാപ്പൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാതെ ഇരിക്കുമ്പോൾ വെള്ളം കുറേ പോകത്തില്ലേ? അപ്പോഴൊക്കെ നിങ്ങൾ ഓടി ചെന്ന് ടാപ്പ് ക്ലോസ് ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മളുടെ നേച്ചറിനെയും നമ്മളുടെ പ്രകൃതി വിഭവങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കാകുന്നത് നമ്മളിനി എന്ത് ചെയ്യണം? നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ, നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന, പ്രകൃതിയുടെ സമൃദ്ധി എന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ അമ്മയായിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കണം എന്നതിൻ്റെ ആവശ്യകതയാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ വരുന്ന എല്ലാ ലെസണും ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൂര്യമണി നമ്മളോട് പറഞ്ഞത്? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ നിലനിൽപ്പ് കാടിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നിട്ട് ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. എന്നിട്ട് ഡു യു എഗ്രി? നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇത് സത്യമാണോ സൂര്യമണി പറയുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ നിലനിൽപ്പ് വനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഫുള്ളി എഗ്രി. നമ്മൾ കംപ്ലീറ്റ്ലി അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം വി ഗെറ്റ് ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം കിട്ടുന്നുണ്ട്. റെയിൻ, മഴ കിട്ടുന്നുണ്ട്. മെനി വാല്യുബിൾ ഫോറസ്റ്റ് പ്രോഡക്ട്സ്,
കാട്ടിൽ നിന്നും ധാരാളം വനവിഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെ? സച്ചസ് വുഡ്, തടി കിട്ടുന്നുണ്ട്, ഹണി, തേൻ കിട്ടുന്നുണ്ട്, മെഡിസിനൽ പ്ലാന്റ്സ്, ഔഷധ സസ്യങ്ങൾ കിട്ടുന്നുണ്ട്, എക്സെട്ര മുതലായവയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെ കിട്ടുന്നുണ്ട്? വുഡ്, തടി കിട്ടുന്നുണ്ട്, ഹണി, തേൻ നമുക്ക് കിട്ടുന്നുണ്ട്, മെഡിസിനൽ പ്ലാന്റ്സ്, ഔഷധ സസ്യങ്ങൾ കിട്ടുന്നുണ്ട്. ബിക്കോസ് വി ഹാവ് ഫോറസ്റ്റ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും കാടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ കാടിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നത്, വനവിഭവങ്ങൾ നമുക്ക് കിട്ടുന്നത്. തിങ്ക് ഫോർ എ വൈൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ഫോറസ്റ്റ് ആർ ഡിസ്ട്രോയിഡ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കേ, ഈ കാടുകളൊക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരിക്കും? വി വിൽ ലോസ് ഓൾ സോർട്ട് ഓഫ് പ്ലാന്റ്സ്. എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും ചെടികളും നമുക്ക് എന്ത് ചെയ്യും? വി വിൽ ലോസ്, നമുക്ക് നഷ്ടമാകും. അതുമാത്രമാണോ? വി വിൽ ലോസ് ഓൾ സോർട്ട് ഓഫ് ആനിമൽസ്. നമുക്ക് പലതരത്തിലുള്ള ആനിമൽസിനെയും, എല്ലാ തരത്തിലുള്ള ആനിമൽസിനും എന്തോ സംഭവിക്കും? എക്സ്റ്റിങ്ഷൻ സംഭവിക്കും, വംശനാശം സംഭവിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, ഫുഡ് വെബ് പഠിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ? ആഹാര ശൃംഖല ജാലിക. എന്താണ് ഈ ഫുഡ് വെബ് വഴിയുള്ളത്? ഫുഡ് വെബിലെന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ തിന്നുന്ന മറ്റൊരു ജീവിഭാഗമുണ്ട്. അതായത് ഭൂമിയിലുള്ള എല്ലാ ജീവി വർഗ്ഗങ്ങളുടെയും നിലനിൽപ്പ് ഈ ഫുഡ് വെബിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഭൂമിയിൽ നിന്നും ഒരു ജീവിവർഗം ഇല്ലാതായി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് മറ്റൊരു ജീവിവർഗത്തിൻ്റെ നിലനിൽപ്പിനെയാണ്, സർവൈവലിനെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പ് എന്തുവാ? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ നിലനിൽപ്പ് കാടിൻ്റെ നിലനിൽപ്പുമായിട്ട് കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു. വി വോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. നമുക്ക് മതി വരുവോളം മഴ കിട്ടാതായിട്ട് വരും. വി വോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. മഴ തരുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നഷ്ടമാകും. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? സൂര്യമണി എന്ന ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ട് പറഞ്ഞു. എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മളോട് പറഞ്ഞത്? എന്തായിരുന്നു? ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കാൻ. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഐൻസ്റ്റീൻ പറഞ്ഞതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഐസക് ന്യൂട്ടൻ്റെ കാര്യവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്താണ്? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കാര്യം. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പുതിയ ഒരു സത്യത്തിലേക്ക്, പുതിയൊരു പ്രപഞ്ച രഹസ്യത്തിലേക്ക്, ഗുരുത്വാകർഷണ ബലമെന്ന പുതിയൊരു പ്രപഞ്ച രഹസ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൻ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? പ്രകൃതിയെ നിരീക്ഷിക്കുക വഴിയാണ്. പ്രകൃതിയിലെ ഒരു സംഭവം നിരീക്ഷിക്കുക വഴിയല്ലേ അദ്ദേഹം എത്തിച്ചേർന്നത്. അങ്ങനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ തിയറീസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചെടുക്കുക. പിന്നീട് നമുക്കൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിൻ്റെ കൂടെ നമ്മളൊരു പ്രകൃതി നടത്താം, നേച്ചർ വാക്ക്, അതായത് പ്രകൃതിയെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ആ അനുഭവം എങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും നല്ലൊരു മനോഹരമായിരിക്കും അല്ലേ? നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു നേച്ചർ വാക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? നേച്ചർ വാക്കിന് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പോകുന്ന ചപ്പലിട്ടോണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാട്ടിലൂടെ നമ്മൾ ഒക്കെ പോകുമ്പോൾ അതിന് നമ്മൾ വലിയ ബൂട്ട്സ് ഒക്കെ ഇടണം, പ്രത്യേകമായിട്ടുള്ള അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കയ്യിൽ കരുതണം. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നേച്ചർ വാക്കിന് പോകുമ്പോൾ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഹാവ് യു എവർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചറുമായിട്ട് നിങ്ങൾ പോകുന്നു എന്ന് പോയിട്ടുണ്ടോ? ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. ടീച്ചറുമായിട്ട് ഒരു നേച്ചർ വാക്കിന് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. ഈ കോളംസിൽ നമ്മൾ എഴുതണം. ടീച്ചർ പറഞ്ഞു തരാം എങ്ങനെയെന്ന്. യു മേക്ക് സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ടീച്ചറിൻ്റെ ഹെൽപ്പ് നമുക്ക് തേടാം. അതെന്ന് പറഞ്ഞാൽ 3 കോളംസ് ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഐ കുഡ് സീ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? നേച്ചർ വാക്കിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം? നേച്ചർ വാക്കിന് പോകുമ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളൊരു നേച്ചർ വാക്കിന് പോകുന്നതായിട്ട്. നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. നിങ്ങൾ പോകുന്നതായിട്ട് മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാണും? ഫസ്റ്റ് കാണുന്നത് എന്തായിരിക്കും? വലിയ മരങ്ങൾ കാണും, ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ കാണും. പിന്നീടോ വൈൽഡ് ആനിമൽസിലെ നിങ്ങൾ കാണും, വന്യമൃഗങ്ങളെ കാണും, വൈൽഡ് ആനിമൽസിനെ കാണും. അപ്പോൾ നിങ്ങൾ ബിഗ് ട്രീ കണ്ടു കഴിഞ്ഞു, വൈൽഡ് ആനിമൽസിനെ കണ്ടു കഴിഞ്ഞു. പിന്നെയോ മനോഹരമായ അരുവികൾ നിങ്ങൾ കാണത്തില്ലേ? ബ്യൂട്ടിഫുൾ സ്ട്രീംസ്. അരുവിക്ക് എന്താണ് പറയുന്നത്? സ്ട്രീംസ് എന്നാണ് പറയുന്നത്. മനോഹരമായ അരുവികൾ നിങ്ങൾ കാണുന്നു. അപ്പോൾ ട്രീസ്, വൈൽഡ് ആനിമൽസ്, ബ്യൂട്ടിഫുൾ സ്ട്രീംസ്,
പിന്നെയോ ഹ്യൂജ് റോക്സ്, വലിയ പാറ കഷ്ണങ്ങൾ കാണുന്നുണ്ട്, കൂറ്റൻ പാറകൾ കാണാൻ പറ്റും, ഹ്യൂജ് റോക്സ്. പിന്നെയോ മെനി കൈൻഡ് ഓഫ് ബേർഡ്സ്, പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ പറ്റും. പിന്നെയോ ഹണി കോംസ്. എന്താണ് ഹണി കോംസ്? തേൻ കൂടുകൾ കാണാൻ പറ്റും, തേനീച്ചയുടെ കൂടുകൾ നമുക്ക് കാണാൻ പറ്റും, ഹണി കോംസ് കാണാൻ പറ്റും. പിന്നെയോ മെഡോസ് കാണാൻ പറ്റും. എന്താണ് മെഡോ? എന്താണ് മെഡോ? മെഡോ എന്താണ്? മെഡോ പുൽത്തകിടികൾ, പുൽപ്പരപ്പിനെയാണ് നമ്മൾ മെഡോസ് എന്ന് പറയുന്നത്. പിന്നെയോ ഗ്രാസ് ലാൻഡ്സ്, മെഡോസ് അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു നേച്ചർ വാക്ക് നടത്തുവാണ്. ഫസ്റ്റ് എന്ത് കാണാൻ പറ്റും? ബിഗ് ട്രീസ് കാണാൻ പറ്റും, വൈൽഡ് ആനിമൽസ്, ബേർഡ്സ്, പിന്നെയോ ബ്യൂട്ടിഫുൾ സ്ട്രീംസ്. പിന്നെ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? ബ്യൂട്ടിഫുൾ ഹണി കോംസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ മെഡോസ്, ഗ്രാസ് ലാൻഡ്സ് ഒക്കെ നിങ്ങൾ മനസ്സിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നേച്ചർ വാക്സിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് കേൾക്കാൻ എന്തൊക്കെ പറ്റും? എന്തൊക്കെയായിരിക്കും നിങ്ങൾ കേൾക്കുക? ബേർഡ്സിനെ കണ്ടു, അപ്പോൾ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കത്തില്ലേ? ബേർഡ്സിൻ്റെ ചിലയ്ക്കൽ, പക്ഷികളുടെ ചിലയ്ക്കലിന് പറയുന്നത് ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. എങ്ങനെയാണ് പറയുന്നത്? ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ചിലയ്ക്കൽ, ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. പിന്നെയോ ദ ഗ്രേസ്ഫുൾ സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ. അരുവികൾ നിങ്ങൾ കണ്ടെങ്കിൽ അരുവികളിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ദ ഗ്രേസ്ഫുൾ സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തിൻ്റെ അരുവിയുടെ മനോഹരമായ ശബ്ദം നിങ്ങൾക്ക് യു കുഡ് ഹിയർ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെയോ ഫ്രൈറ്റനിങ് എക്കോ, പേടിപ്പെടുത്തുന്ന പ്രതിധ്വനി, എക്കോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഹാ 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 എക്കോ ആയിട്ട് കേൾക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈറ്റനിങ് എക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട് തന്നെ എക്കോയിങ്, അതിങ്ങനെ പ്രതിധ്വനിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഫ്രൈറ്റനിങ് എക്കോ, പേടിപ്പെടുത്തുന്ന പ്രതിധ്വനി കേൾക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കേട്ടു? ദ ചിപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ചിലക്കൽ കേട്ടു. ദ ഗ്രേസ്ഫുൾ സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ, വെള്ളം ഒഴുകുന്നതിൻ്റെ മനോഹര ശബ്ദം കേട്ടു. പിന്നെയോ ഫ്രൈറ്റനിങ് എക്കോ, പേടിപ്പെടുത്തുന്ന പ്രതിധ്വനി കേട്ടു. പിന്നെയോ കുരങ്ങുകളുടെ കലപില. കുരങ്ങുകൾക്ക് എന്താ പറയുക? മങ്കി എന്ന് പറയും. കൂടുതൽ നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഗുഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ഏപ്സ്, APS, ഏപ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ദ ഗിബ്ബറിങ് ഓഫ് ഏപ്സ്, കുരങ്ങുകളുടെ കലപില. കലപില എന്നുള്ളതിന് ഗിബ്ബറിങ്, ആ വാക്കൊന്ന് പറഞ്ഞ്, ഗിബ്ബറിങ്, GIBBERING, ഗിബ്ബറിങ്, ദ ഗിബ്ബറിങ് ഓഫ് ഏപ്സ്. ഏപ്സ് എന്താണ്? കുരങ്ങുകളുടെ കലപില കേട്ടു. പിന്നെയോ പീകോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തുവാ? അലർച്ച. മയിലുകളുടെ കരച്ചിൽ എങ്ങനെ? ദ സ്ക്രീമിങ് പറഞ്ഞേ, ദ സ്ക്രീമിങ് ഓഫ് പീകോക്സ്. ദ സ്ക്രീമിങ് ഓഫ് പീകോക്സ്, മയിലുകളുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ദ സ്ക്രീമിങ് ഓഫ് പീകോക്സ്. പിന്നെയോ തേനീച്ചകളുടെ തേനീച്ചകൾ കരയാന്നാണോ പറയുന്നത്? അല്ല, മുരൾച്ചാന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ തേനീച്ചകളുടെ മുരളൽ, ദ ഹമ്മിങ് ഓഫ് ബീസ്. എങ്ങനെയാണ്? ദ ഹമ്മിങ് ഓഫ് ബീസ്. അപ്പോൾ നിങ്ങൾ നേച്ചർ വാക്കിന് പോവാണ്. ടീച്ചർ ചോദിക്കുക, വാട്ട് കുഡ് സീ, നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു കുഡ് സീ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും? ബിഗ് ട്രീസ്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടു? വൈൽഡ് ആനിമൽസ്. പിന്നെയോ ബ്യൂട്ടിഫുൾ സ്ട്രീംസ്. പിന്നെയോ ഹണി കോംബ്. പിന്നെ എന്ത് കണ്ടു? ബേർഡ്സ്, മെനി കൈൻഡ് ഓഫ് ബേർഡ്സ്. പിന്നെ ഹ്യൂജ് റോക്സ്. പിന്നെ മെഡോസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റും? ഐ കുഡ് ഹിയർ, യു കുഡ് ഹിയർ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റും? ദ ചിപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ ഗ്രേസ്ഫുൾ സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ. പിന്നെയോ ഫ്രൈറ്റനിങ് എക്കോ, the gibbering of apes, the screaming of peacocks, the humming of bees. എന്തൊക്കെ? the chirping of birds, പക്ഷികളുടെ ചിലക്കൽ, the graceful sound of flowing water, ജലപ്രവാഹത്തിൻ്റെ ആകർഷകമായ ശബ്ദം. പിന്നെ ഫ്രൈറ്റനിങ് എക്കോ, പേടിപ്പെടുത്തുന്ന പ്രതിധ്വനി.
പിന്നെയോ ദ ഗിബ്ബറിങ് ഓഫ് ഏപ്സ്, കുരങ്ങുകളുടെ കലപില. ദ സ്ക്രീമിങ് ഓഫ് പീകോക്സ്, മയിലുകളുടെ കരച്ചിൽ. ദ ഹമ്മിങ് ഓഫ് ബീസ്, തേനീച്ചകളുടെ മൂരളൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കണ്ടും കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങൾ കേട്ടും കഴിഞ്ഞു. ഇനിയോ പിന്നെ എന്താണെന്നുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഹിയർ ചെയ്യാൻ പറ്റും, യു കുഡ് സീ കാണാൻ പറ്റും, പിന്നെയോ യു കുഡ് സ്മെൽ, നിങ്ങൾ കുറച്ച് കാര്യം സ്മെല്ല് ചെയ്യാൻ പറ്റും നമുക്കല്ലേ, നമുക്ക് അനുഭവവേദ്യമാകും നമുക്ക് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുക? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ സുഗന്ധം. ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ സുഗന്ധം നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. പിന്നെയോ ഫ്രഷ് എയർ, ദ ഫ്രഷ്നെസ് ഡ്യൂ ടു ഫ്രഷ് എയർ, ഫ്രഷ്നെസ് ഡ്യൂ ടു ഫ്രഷ് എയർ, തണുത്ത ഫ്രഷായിട്ടിരിക്കുന്ന ഫ്രഷ് എയറിൻ്റെ ഒരു ഫ്രഷ്നെസ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു കുഡ് സ്മെൽ, അത് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. പിന്നെയോ ദ കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ്, തണലുകളുടെ കുളിർമ, അത് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല, ബട്ട് യു കുഡ് സെൻസ്, നിങ്ങൾക്കത് അനുഭവവേദ്യമാകും. യു കുഡ് സെൻസ് ദ കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ് ദാറ്റ് യു കുഡ് സെൻസ്, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്മെല്ല് ചെയ്യാൻ പറ്റും? എന്ത്? സ്മെൽ ഓഫ് ഡിഫറെൻറ്റ് ട്രീസ്, പല മരങ്ങളുടെയും സ്മെല്ല്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. പിന്നെയോ ഫ്രഷ് എയർ പറ്റും. അപ്പോൾ യു കുഡ് സ്മെൽ, നിങ്ങൾക്ക് എന്തൊക്കെ സ്മെല്ല് ചെയ്യാൻ പറ്റും? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെയോ കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ്, ഫ്രഷ് എയർ, പിന്നെയോ സ്മെൽ ഓഫ് ഡിഫറെൻറ്റ് ട്രീസ്, ഇതൊക്കെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കാണാം? ബിഗ് ട്രീസ്, പിന്നെയോ ഹ്യൂജ് റോക്സ്, മെനി കൈൻഡ് ഓഫ് ബേർഡ്സ്, വൈൽഡ് ആനിമൽസ്, ഹണി കോംസ്, മെഡോസ് ആൻഡ് ഗ്രാസ് ലാൻഡ്. എന്തൊക്കെ ഹിയർ ചെയ്യാൻ പറ്റും? ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് ഹിയർ ചെയ്യാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ ഗ്രേസ്ഫുൾ സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ, frightening echo, the gibbering of apes, the screaming of peacocks, the humming of bees. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെയോ ഫ്രഷ് എയർ, സ്മെൽ ഓഫ് ഡിഫറെൻറ്റ് ട്രീസ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിലോ ഐ കുഡ് സീ, നിങ്ങൾക്ക് കാണാൻ ഇത്രയും പറ്റും. ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് ഇത്രയും കേൾക്കാൻ പറ്റും. ഐ കുഡ് സ്മെൽ, നിങ്ങൾക്ക് ഇത്രയും സ്മെല്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഐ കുഡ് സെൻസ്. വേണമെങ്കിൽ നമുക്ക് ഒരു കോളവും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഐ കുഡ് സെൻസ്, നിങ്ങൾക്ക് അനുഭവവേദ്യമായത് എന്താണ്? കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ്, തണലുകളുടെ കുളിർമ, അത് നിങ്ങൾ എന്ത് ചെയ്യും? യു കുഡ് സെൻസ്, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ പറ്റും. ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങളുടെ സൗരഭ്യം, അത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെയോ ഫ്രൈറ്റനിങ് സൈലൻസ്, പേടിപ്പെടുത്തുന്ന നിശബ്ദത, അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെയോ ഫ്രഷ്നെസ് ഡ്യൂ ടു ഫ്രഷ് എയർ, ഫ്രഷ് എയറിൻ്റെ ഒരു ഫ്രഷ്നെസ്, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെയോ ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സറൗണ്ടിങ്സ്, ശുദ്ധമായ പരിസരം മൂലമുള്ള ഒരു സുഖം, ആശ്വാസം എന്ന് പറഞ്ഞേ. ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സറൗണ്ടിങ്സ്, ശുദ്ധമായ പരിസരം മൂലമുള്ള ആശ്വാസം. പിന്നെയോ റിഫ്രഷ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഡ്രിങ്കിങ് പ്യുവർ വാട്ടർ, ശുദ്ധജലപാനം മൂലമുള്ള ഒരു റിഫ്രഷ്നെസ്, ഉണർവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കൂടി പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, പിന്നീട് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് യു കുഡ് സീ ഹിയർ സ്മെൽ ഇൻ എ ഫോറസ്റ്റ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതണം, ഒരു കുറിപ്പ് പോലെ നമ്മൾ എഴുതണം. എന്ത്? വാട്ട് യു കുഡ് സീ, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹിയർ കേൾക്കാൻ പറ്റും, സ്മെൽ ഇൻ എ ഫോറസ്റ്റ് സ്മെല്ല് ചെയ്യാൻ പറ്റും. എവിടെ? ഫോറസ്റ്റിൽ. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഫോറസ്റ്റിൽ പോയാൽ എന്തൊക്കെ കാണാം, എന്തൊക്കെ കേൾക്കാം, എന്തൊക്കെ സ്മെല്ല് ചെയ്യാം, എന്തൊക്കെ സെൻസ് ചെയ്യാമെന്ന് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളത് ഇത്രയും ഒന്ന് പാരഗ്രാഫ് ആക്കിയാലോ? ഓക്കെ, അത് എളുപ്പമല്ലേ? നമുക്കൊന്ന് നോക്കാം. ഫോറസ്റ്റ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ്. കാടൊരു സൂപ്പർ, നല്ല ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസാണ് കാട്.
there I can see many big trees. അവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ബിഗ് ട്രീസ് കാണാം, ബുഷസ് കാണാം, കുറ്റിച്ചെടികൾ കാണാം, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. ക്ലൈംബേഴ്സ് എന്തോ മേളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വളരുന്നത് കാണാം. മേളിൽ ക്ലൈംബ് ചെയ്ത് വളരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ കുരുമുളക് ക്ലൈംബേഴ്സ് അല്ലേ, അതൊരു ക്ലൈംബേഴ്സ് ആണ്. പിന്നെയോ ക്രീപ്പേഴ്സ്, മണ്ണിലിങ്ങനെ നീങ്ങി, അതായത് മുല്ല, ജാസ്മിൻ, അത് ക്രീപ്പേഴ്സ് ആണ്. അതൊരു ക്രീപ്പേഴ്സിന് എക്സാമ്പിളാണ് ജാസ്മിൻ. കുരുമുളക് ഒരു ക്ലൈംബേഴ്സിന് എക്സാമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും മനസ്സിലായില്ലേ? ഓക്കെ. ഐ ക്യാൻ സീ പ്ലാന്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് എവറിവെയർ. പലതരത്തിലുള്ള ചെടികൾ എല്ലായിടവും, എവറിവെയർ നമുക്ക് കാണാൻ പറ്റും. Among the big rocks, I can see beautiful stream carrying clear water. Among the big rocks, അതായത് വലിയ പാറക്കല്ലുകളിലൂടെ I can see beautiful streams, മനോഹരമായ അരുവികൾ കാണാൻ പറ്റും. എങ്ങനെ? carrying clear water, ശുദ്ധജലം വഹിച്ചുകൊണ്ടുള്ള മനോഹരമായ അരുവികൾ പാറക്കഷ്ണങ്ങളിൽ എനിക്ക് കാണുവാൻ സാധിക്കും. പിന്നെയോ വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ക്യാൻ ബി സീൻ എമംഗ് ദ ട്രീസ് ആൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങൾക്കിടയിലും മരങ്ങൾക്ക് മുകളിലുമായിട്ട് വൈൽഡ് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ എനിക്ക് കാണാൻ പറ്റും. പിന്നെയോ ഗ്രീൻ ഗ്രാസ് ലാൻഡ് അട്രാക്ട് മീ വെരി മച്ച്. പച്ച പരവതാനി വിരിച്ച പുൽത്തകിടികൾ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഫ്ലൈയിങ് ബീസ് ആൻഡ് ദെയർ ഹമ്മിങ് ഡ്രോ മൈ അറ്റൻഷൻ. പറക്കുന്ന തേനീച്ചകളും അതിൻ്റെ ഹമ്മിങ് സൗണ്ടും അതിൻ്റെ മുരളലും അട്രാക്ട് മീ, ഡ്രോ മൈ അറ്റൻഷൻ. ഡ്രോ മൈ അറ്റൻഷൻ എന്താണ്? എന്നെ എൻ്റെ ശ്രദ്ധ അത് പിടിച്ചു പറ്റി, എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി, എന്നെ അട്രാക്ട് ചെയ്തു. Chirping of birds, musical sound of flowing streams, gibbering of apes, screaming of peacocks, humming of bees, and frightening echoes. ത്രില്ലിങ് മീ. എന്നെ എന്തൊക്കെ ത്രില്ല് ചെയ്തു, എന്നെ എന്തൊക്കെ രസം പിടിപ്പിച്ചു. ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ മുരളലും, മ്യൂസിക്കൽ സൗണ്ട് ഓഫ് ഫ്ലോയിങ് സ്ട്രീംസ്, ഒഴുകുന്ന അരുവിയുടെ മ്യൂസിക്കൽ സംഗീത സൗന്ദര്യമായ ശബ്ദവും. പിന്നെയോ ഗിബ്ബറിങ് ഓഫ് ഏബ്സ്, കുരങ്ങുകളുടെ കലപിലയും, ഗിബ്ബറിങ് കരപിലയും, പീകോക്സിൻ്റെ സ്ക്രീമിങ്ങും അലർച്ചയും കരച്ചിലും, മയിലിൻ്റെ സ്ക്രീമിങ് സൗണ്ടും കരച്ചിൽ ശബ്ദവും, ഹമ്മിങ് ഓഫ് ബീസ് തേനീച്ചകളുടെ മുരളലും. പിന്നെയോ ഫ്രൈറ്റനിങ് എക്കോസ് പേടിപ്പെടുത്തുന്ന പ്രതിധ്വനിയും. അറ്റൻഷൻ എൻ്റെ ശ്രദ്ധ എന്ത് ചെയ്തു? എൻ്റെ ശ്രദ്ധ ഡ്രോ മൈ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ എന്ത് ചെയ്തു? പിടിച്ചു പറ്റി. ഡ്രോ മൈ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ത്രിൽഡ് മീ, അതെന്നെ ത്രിൽ ചെയ്തു, എന്നെ അതിന് ത്രിൽ ചെയ്യിപ്പിച്ചു. ഐ ക്യാൻ ആൾസോ ഫീൽ ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അതുമാത്രമല്ല എനിക്ക് പൂക്കളുടെ സുഗന്ധം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയോ കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ്, തണലിൻ്റെ ഒരു തണുത്ത ശീതളിമ, ഒരു തണുപ്പ്, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ഫ്രഷ്നെസ് ഓഫ് പ്യുവർ എയർ ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സറൗണ്ടിങ്സ് എക്സെട്ര. ഒരു ശുദ്ധവായുവിൻ്റെ ഫ്രഷ്നെസ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സറൗണ്ടിങ്സ്, ശുദ്ധമായ പരിസരം മൂലമുള്ള ഈസ്, സുഖം, ആശ്വാസം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. While in forest, I forget all my worries. While in a forest, ഒരു കാടിലായിരിക്കുമ്പോൾ, ഒരു വനത്തിലായിരിക്കുമ്പോൾ, ഐ ഫോർഗെറ്റ്, ഞാൻ മറക്കുന്നു, ഓൾ മൈ വറീസ്, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മറക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കും നേച്ചർ വാക്കിന് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് നോട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഹോംവർക്കായിട്ട് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങളത് ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചിട്ട് വന്ന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഫ്രണ്ട് പേജ് നോക്കിയപ്പോൾ, ഫസ്റ്റ് പേജ് നമ്മൾ നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. എന്തിൻ്റെ? നേച്ചറിൻ്റെ. പിന്നെയോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ട് പഠിച്ചു. എന്തായിരുന്നു അത്? ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ് ബെറ്റർ. പ്രകൃതിയിലേക്ക് അഗാധമായി നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാകുമെന്ന്. പിന്നെയോ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സൂര്യമണിയെ പറ്റി പഠിച്ചു. എന്താണ് സൂര്യമണി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ നിലനിൽപ്പ് കാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെന്തൊക്കെ പഠിച്ചു? നമുക്ക് ഒരു നേച്ചർ വാക്കിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഹിയർ കേൾക്കാൻ പറ്റും, സെൻസ് അനുഭവിക്കാൻ പറ്റും, സ്മെൽ സുഗന്ധം അറിയുവാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേച്ചർ വാക്കിന് പോകുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും സെൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളെ ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. താങ്ക്